പ്രധാനമന്ത്രിക്കെതിരെ മുഖപ്രസംഗവുമായി ദീപിക പത്രം വിമർശനം. ഗാന്ധിജിയെക്കുറിച്ചുള്ള പരാമർശത്തിലാണ് സിനിമ പുറത്തിറങ്ങുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഗാന്ധിജി ലോകാരാധ്യനായിരുന്നു. ഗാന്ധിജിയുടെ നാട്ടുകാരനായ പ്രധാനമന്ത്രിക്ക് ഇത് വിശ്വസിക്കാനാകുന്നില്ല എന്നത് കഷ്ടമാണെന്നും എഡിറ്റോറിയലിൽ പറയുന്നു. ആസിഫ് മുഹമ്മദാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആസിഫ്, ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം വന്നതിനു ശേഷം വ്യാപകമായ വിമർശനമാണ് ഉണ്ടായത്. ഈ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ BJP ഒട്ട് തയ്യാറായതുമില്ല. ഇന്നിപ്പോ ദീപികയുടെ മുഖപ്രസംഗം വന്നിരിക്കുന്നു. വിവരങ്ങൾ തീർച്ചയായും വിവാദമായ ഗാന്ധിജി പരാമർശത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക ഇപ്പോൾ എഡിറ്റോറിയൽ എഴുതിയിരിച്ചത്. ഈ ഗാന്ധിജിയും പുറത്തിറങ്ങുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകാരാധനായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ നാട്ടുകാരനായ പ്രധാനമന്ത്രിക്ക് ഇത് വിശ്വസിക്കാനാവുന്നില്ലെന്നത് കഷ്ടമാണെന്ന് എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഗോഡ്സെ സംഘമൊഴികെ സകല മനുഷ്യരെയും സമർപ്പിച്ചിറങ്ങിയ മഹാത്മാവാണ് ഗാന്ധിജി എന്നും എഡിറ്റോറിയൽ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോദി BBC ഡോക്യുമെന്ററി ഇറങ്ങുന്നതിന് മുമ്പ് നരേന്ദ്രമോദിയെ ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ വിചാരിക്കേണ്ടി വരും എന്നൊരു കാര്യവും ഈ ഒരു മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയുമൊക്കെ ഗാന്ധിജിയുടെ ആരാധകരായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗാന്ധിജിയുമായ പരാമർശങ്ങൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ ഏതായാലും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറിയണം, ഗാന്ധിജി നായകനാണ്, പക്ഷേ സിനിമയിലല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഈ ഒരു മുഖപ്രസംഗം അവസാനിക്കുകയും ചെയ്യുന്നത്. ശരി ആസിഫ്, അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഗാന്ധി വിരുദ്ധ പരാമർശത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. പറഞ്ഞതുപോലെ BJP ഇതിൽ ഇതുവരെ ഒരു ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുമില്ല. ദീപികയിൽ മുഖപ്രസംഗവും വന്നിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.